Hi all, good afternoon. Next, we are going to discuss reasons for the growth of trade and commerce in Kerala. കേരളയിൽ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഗ്രോത്ത് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനിലെ ഡെൻസിറ്റി. നമ്മുടെ ഏരിയ എന്താണ് കേരള എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു ഏരിയയിൽ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള ഒരു ഏരിയയാണ്. സോ ദർ ഇസ് എ ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ കേരള. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുണ്ട്, അവർക്ക് എന്ത് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. അതെന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. ദെൻ സെക്കൻഡ് വൺ ഈസ് കൾച്ചറൽ ഫാക്ടേഴ്സ്. Then the important reason for the growth of trade and commerce is cultural factors which affect the trade. അപ്പോൾ കേരളയിൽ സാധാരണ എന്താണ്, ഹെൽത്തിന്, ക്ലെൻലിനെസ്സിന്, എഡ്യൂക്കേഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. ഹെൻസ് സോ മെനി ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ് ആൻഡ് ക്ലിനിക്സ് ആർ ഓപ്പറേറ്റിംഗ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കേരള. അപ്പോൾ അതുകൊണ്ട് തന്നെ നഴ്സിംഗ് ഹോംസ്, ക്ലിനിക്സ്, ഹോസ്പിറ്റൽസ് ഒക്കെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. അതുപോലെ പല കൺസ്യൂമർ ഗുഡ്സും, സോപ്സ്, അതുപോലെ കോസ്മെറ്റിക്സ്, ടോയ്ലറ്ററീസ് ഒക്കെ ലാർജ് സ്കെയിലിൽ വിറ്റ് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. Similarly, a lot of schools, colleges and other education institutions are working in Kerala. ഇപ്പോൾ കേരളത്തിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജസ്, സ്കൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തെയും, സ്കൂൾ യൂണിഫോംസിന് ഉണ്ടായിരിക്കും ഡിമാൻഡ് ഉണ്ടായിരിക്കും, അംബ്രല്ലക്ക്, അതുപോലുള്ള അങ്ങനെയുള്ള ഐറ്റംസ്, ഷൂസ്, സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ ഡിമാൻഡ് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ഇൻ കേരള. ദാറ്റ് ഈസ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഡെവലപ്മെൻറ്റ്. ഇപ്പം ഓൾമോസ്റ്റ് എവറി നുക്ക് ആൻഡ് കോർണർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് കണക്റ്റഡ് ബൈ എ റോഡ് നെറ്റ്വർക്ക്. അപ്പം നമ്മുടെ ഏതൊരു സ്റ്റേറ്റിലെ ഏതൊരു നുക്ക് ആൻഡ് കോൺ നോക്കിയാലും നമുക്ക് എന്തെങ്കിലും റോഡ് നെറ്റ്വർക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പല ഡിസ്ട്രിക്ട്സിലും അവൈലബിൾ ആണ്. അതുപോലെ റെയിൽവേസ് ഉണ്ട്, പോർട്ടുകളുണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റീസണാണ്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് റീസൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം. It has already been realized that Kerala has a great potential for tourism. ഇപ്പോൾ കേരളത്തിൽ എന്തുണ്ട്, ടൂറിസത്തിനുള്ള സ്കോപ്പ് കൂടുതലാണ്. ലാർജ് നമ്പർ ഓഫ് ഫോറിൻ ടൂറിസ്റ്റ് ആർ കമ്മിങ് ടു കേരള ടു എൻജോയ് ദ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ കേരളം എന്താണ്, നാച്ചുറൽ ബ്യൂട്ടിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റിനെ. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ബീച്ചസ് ആർ നൗ ബിക്കമിങ് ടൂറിസ്റ്റ് സ്പോട്ട്സ്. അപ്പോൾ പല ഏരിയകളും എന്താണ്, ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. അവിടെ ഹൗസ് ബോട്ട്സൊക്കെ അവൈലബിൾ ആയിരിക്കും, പല സ്ഥലത്തും അവൈലബിൾ ആണ്. അതുപോലെ ടൂറിസം നമ്മുടെ സ്റ്റേറ്റിൽ പല ഏരിയകളിലും ഈ ടൂറിസം എന്നുള്ളത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അഞ്ചാമത്തെ റീസണാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അനദർ റീസൺ ഫോർ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ഇൻ കേരള ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസിലാണ് ഗ്രോത്ത്. അപ്പോൾ കേരള എന്ന് പറയുന്നത് എക്സലൻറ്റ് ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒന്നാണ് കേരള. കുറേ കോപ്പറേറ്റീവ് ബാങ്ക്സ്, കുറേ റീജിയണൽ ബാങ്ക്സ്, കുറേ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്, ഒരു സ്റ്റേറ്റാണ് കേരള. അപ്പോൾ ഇതൊക്കെ എന്താണ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺസാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഹൈലി പോപ്പുലേറ്റഡ് ഏരിയ ആയതുകൊണ്ട് ഡിമാൻഡ്സ്, ഗുഡ്സ് ആൻഡ് സർവീസിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. ദറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം, development of banking and finance. These are the factors, reasons for the growth of trade and commerce in Kerala. Then industrial development. കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള. അപ്പം നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് ആൻ അഗ്രികൾച്ചറൽ സ്റ്റേറ്റ്. നൗ ദ സർവീസ് സെക്ടർ ഈസ് ദ ലീഡിങ് സെക്ടർ ഇൻ ദ കേരള എക്കണോമി. അപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ചിട്ട്, ഇപ്പോൾ പഞ്ചാബ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര, കർണാടക പോലുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ കേരള എന്ന് പറയുന്നതാണ്, ഇറ്റ് ഇസ് ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡാണ്. മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ഇൻ കേരള ആർ അഗ്രോ ബേസ്ഡ്. കൂടുതൽ ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ ഹാൻഡ്ലൂം, കാഷ്യൂ പോലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അഗ്രികൾച്ചർ ആൻഡ് ലൈവ് സ്റ്റോക്ക്.
മെയിനായിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക്. ഇപ്പോൾ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പെപ്പർ, അതുപോലെ റബ്ബർ, ടീ, കാഷ്യൂ, സ്പൈസസ്, കോഫി, കോക്കനട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ കാർഡമം, നട്മഗ്, സിന്നമൺ ഇങ്ങനെയുള്ള സ്പൈസസ് ഒക്കെയാണ് നമ്മൾ കൂടുതലും നമ്മുടെ സ്റ്റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ റൈസ്, ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് റൈസ്. ദെൻ രണ്ടാമത്തെ പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയാണ് ടൂറിസം. നമ്മൾ പറഞ്ഞു ടൂറിസം എന്നാണ് കേരളത്തിലൊരു മേജർ ഇൻഡസ്ട്രിയാണ് ടൂറിസം എന്ന് പറഞ്ഞാൽ. ദ സ്റ്റേറ്റ് ഹാസ് വേരിയസ് ടൂറിസ്റ്റ് പ്ലേസസ് ദാറ്റ് അട്രാക്ട് ദ ടൂറിസ്റ്റ് ഫ്രം ഓൾ അക്രോസ് ദ വേൾഡ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല ഏരിയാസും ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. പൊന്മുടി, നെല്ലിയാമ്പതി, കോഴിക്കോട്, അതുപോലെ കോവളം, പല സ്ഥലങ്ങളും ഉണ്ട്. Then next industry, oil refining and petrochemicals. The state is also having oil refining and petrochemical industry in the city of Kochi. It is one of the leading state-owned refinery in India with a huge production capacity. ഇപ്പോൾ ഓയിൽ റിഫൈനറീസ് ഉണ്ട്. കൊച്ചിയിൽ ഓയിൽ റിഫൈനറി ഉണ്ട്. ഇപ്പോൾ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിങ്ങിനും ഒക്കെ കൊച്ചി റിഫൈനറി ഒരു എക്സാമ്പിളാണ്. ദെൻ ഷിപ്പ് ബിൽഡിംഗ്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയാണ് ഷിപ്പ് ബിൽഡിംഗ്. അപ്പോൾ കേരളത്തിലെ മേജർ ഇൻഡസ്ട്രിയിലൊന്നാണ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. ദ സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് ഫെസിലിറ്റി ഇൻ ഇന്ത്യ. കൊച്ചിൻ ഷിപ്പ് യാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1972 ആസ് എ ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. Then next, energy. India's largest floating solar power plant was set up on the Banasura സാഗർ റിസർവയർ ഇൻ വയനാട്. അപ്പോൾ എനർജീൻ്റെ കേസിൽ ഇപ്പോൾ ഏറ്റവും ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ബാണാസുര സാഗറിൽ വയനാടുണ്ട്. ദ സ്റ്റേറ്റ് ഈസ് കോൺട്രിബ്യൂട്ട് ഹ്യൂജ്ലി ഇൻ ദ പ്രൊമോഷൻ ഓഫ് സോളാർ എനർജി. സോളാർ എനർജി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നമുക്കൊന്ന് പറഞ്ഞാൽ ആലുവയാണ്. ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡ്സ്, റബ്ബർ പ്രോസസ്സിങ് കെമിക്കൽസ്, സിങ്ക്, ക്രോമിയം കോമ്പൗണ്ട്സ് ഇങ്ങനെയുള്ള കുറേ കെമിക്കലായിട്ടുള്ള പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കെമിക്കൽ ഇൻഡസ്ട്രീസ്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി, IT ഇൻഡസ്ട്രി. അപ്പോൾ നമ്മുടെ IT എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് IT എന്ന് പറഞ്ഞാൽ. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെറ്റിംഗ് അപ്പ് IT ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് വാസ് ക്രിയേറ്റഡ് വിത്ത് ദ ലോഞ്ചിങ് ഓഫ് ടെക്നോ പാർക്ക് ഇൻ ട്രിവാൻഡ്രം ഇൻ 1990 ആൻഡ് ലേറ്റർ ഇൻഫോ പാർക്ക് അറ്റ് കൊച്ചി 2003. അങ്ങനെ കുറേ ടെക്നോ പാർക്കുകളൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ പല IT കമ്പനീസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മേജറായിട്ടുള്ള ഇൻഡസ്ട്രി, കേരളത്തിലെ മേജർ ഇൻഡസ്ട്രീസാണ് ഈ പറഞ്ഞതൊക്കെ. അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റോക്ക്, ടൂറിസം, ഓയിൽ റിഫൈനിങ് ആൻഡ് പെട്രോ കെമിക്കൽസ്, ഷിപ്പ് ബിൽഡിങ്, എനർജി, കെമിക്കൽ ഇൻഡസ്ട്രി, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി. ദെൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. എന്തൊക്കെയാണ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്? കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അതിൽ ഫസ്റ്റ് വൺ ഹാൻഡ്ലൂമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ ഹാൻഡ്ലൂം സ്റ്റാൻഡ് സെക്കൻഡ് ടു കയർ ഇൻ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ടു 1.75 lakh പേഴ്സൺസ്. അപ്പോൾ നമ്മൾ കയർ കഴിഞ്ഞാൽ ഹാൻഡ്ലൂമാണ് അതിന് മുന്നിൽ നിൽക്കുന്ന ഒന്ന്. കയറിന് തൊട്ട് പിന്നിലുള്ളത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയാണ്. ദെൻ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആയിട്ട് വരുന്ന ഒന്നാണിത്. ബാംബു ആൻഡ് റീഡ് വെയറിങ്, ഐവറി കാർവിങ്, ബെൽ മെറ്റൽ കാസ്റ്റിംഗ്, സ്ക്രൂ പൈനിങ്, അങ്ങനെ മാറ്റ് വീവിങ്, അതൊക്കെ ട്രഡീഷണലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സാണ്. ദെൻ ബാംബു ഇൻഡസ്ട്രി. നമ്മൾ ബാംബുവിന് പല പ്രോഡക്ട്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണലായിട്ട് ബാംബു ഇൻഡസ്ട്രീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദെൻ കയർ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ. ദെൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ക്യാരീസ് ഔട്ട് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ത്രൂ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ദെൻ കാഷ്യൂ ഇൻഡസ്ട്രീസ്. അപ്പോൾ ട്രഡീഷണലായിട്ട് വരുന്ന ഇൻഡസ്ട്രീസാണ് നമ്മുടെ കേരളത്തിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസാണ് ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, ബാംബു ഇൻഡസ്ട്രീസ്, കൊയർ ഇൻഡസ്ട്രീസ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് കാഷ്യൂ ഇൻഡസ്ട്രീസ്. ഓക്കെ. ദെൻ പറയുന്നത് കോസസ് ആണ്. ഇൻഡസ്ട്രിയിൽ നമ്മുടെ കേരള ബാക്ക്വേർഡ് ആവാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഗ്രോത്തിനുള്ള റീസൺസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ് ആവാനുള്ള റീസൺസ്, കോസസ് എന്തൊക്കെയാണ്.
കേരളം നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയലി നമ്മൾ ബാക്ക്വേർഡ്, മറ്റുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നമ്മൾ ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് റീസൺസ് പറഞ്ഞാൽ ഒന്ന് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റിലെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ്. കേരള ലൈസ് ഓൺ ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ, ഹെൻസ് almost all raw material has to pass through several states to get here. Accordingly, cost of transportation would be very high. അപ്പോൾ നമ്മുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സദേൺ ടിപ്പ്, ഇന്ത്യയിലെ സദേൺ ടിപ്പിലാണ് നമ്മൾ കേരള ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെവറൽ സ്റ്റേറ്റിലൂടെ പാസ് ചെയ്താലേ നമുക്ക് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ അതൊരു റീസണാണ് സ്ലോ ബാക്ക്വേർഡ് ഗ്രോത്തിന്. ദെൻ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ്. അപ്പോൾ നമ്മൾ ടെക്നിക്കലി നമ്മൾ ബാക്ക്വേർഡായി തീർന്നാൽ അതെന്ത് ചെയ്യും, ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഉണ്ടാക്കും. ദിസ് കോസസ് ലോ ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് ദാറ്റ് റിട്ടാർഡ് ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ റീജിയൻ. ഇപ്പോൾ ഫോർവേഡ് ലിങ്കേജ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ലിങ്കേജ് ഒന്നും പറ്റാതിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ ചിലപ്പോൾ നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിക്കുന്ന സാധനം വേറൊരു പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ ബാക്ക്വേർഡ്നെസ്സിനുള്ള റീസണാണ്. ദ ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്. ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വൺ ഓഫ് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഈസ് അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലാൻഡ്. അപ്പോൾ ചീപ്പായിട്ട് നമുക്ക് ലാൻഡ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇൻഡസ്ട്രിയലി കുറച്ചുകൂടി മുന്നേറാൻ പറ്റും. നമ്മുടെ സ്റ്റേറ്റ് വളരെ സ്മോൾ സ്റ്റേറ്റാണ്, ഹൈലി എക്കോ സെൻസിറ്റീവാണ്. ഇപ്പോൾ 2/3 of Kerala has large mountains, forests and water bodies which make only tiny strip of coastal land worth for any activity including human habitation. അപ്പോൾ നമ്മുടെ ഏരിയയിൽ, നമ്മുടെ സ്റ്റേറ്റിൽ ലാൻഡിൻ്റെ നോൺ അവൈലബിലിറ്റി അതും ഒരു കാരണമാണ്. ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് അനദർ റീസൺ. കേരള ഹാസ് വൺ ഓഫ് ദ ഹയസ്റ്റ് പോപ്പുലേറ്റഡ് area in the country, state in the country. The current population density of the state is 859 people per square kilometer, while for India as whole it is 382 people per square kilometer. അപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, അതും ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ്നെസ്സിനുള്ള ഒരു റീസണാണ്. Then higher price of landൻ്റെ higher price. The land price in majority part of coastal strip is very high. In major cities the land price is abnormally high. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ നമുക്കറിയാം ഹൈ പ്രൈസ്, വളരെയധികം പ്രൈസ്, ഓരോ സെൻറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ അവൈലിംഗ് ലാർജ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഫോർ ഫാക്ടറീസ് ആർ ടു ഹാർഡ് അൺലെസ് ഗവൺമെൻറ് ടേക്സ് ഓവർ ദ ലാൻഡ് ആൻഡ് ഹാൻഡ്സ് ഓവർ. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റ് ഭൂമി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫാക്ടറി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറേ ഏക്കേഴ്സ് വേണം. അപ്പോൾ നമ്മളെ കയ്യിൽ അത് വാങ്ങിക്കാനുള്ള പണം ഉണ്ടാവില്ല. ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് തരികയാണെങ്കിലൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെ നമുക്ക് തുടങ്ങാൻ പറ്റും. അതും ഒരു കോസാണ്. ദെൻ ഹയർ കോസ്റ്റ് ഓഫ് ലേബർ. അപ്പോൾ നമ്മൾ കേരളത്തിൽ എന്താണ്, കോസ്റ്റ് ഓഫ് ലേബർ ഹയറാണ്. ആസ് ദ മിനിമം വേജസ് ആർ ഹയർ. നമ്മുടെ മിനിമം വേജസ് ഹയറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലേക്ക് കുറേ പുറമേ ഉള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ ആളുകൾ വർക്ക് ചെയ്യാൻ വരുന്നത്. നമ്മൾ ഹൈ വേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. ദിസ് ഈസ് ബിക്കോസ് സൊസൈറ്റി അവെയർ ഓഫ് ഇറ്റ്സ് റൈറ്റ്സ് ആൻഡ് ദർ ഇസ് ഹൈ ബാർഗൈനിങ് പവർ ഓഫ് ഫോർ വേജസ്. അപ്പോൾ നമ്മൾ ഏതൊരു അൺസ്കിൽഡ് ലേബറിന് പോലും നമ്മൾ നല്ലൊരു റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 700, 800 ഒക്കെ ഓരോ ദിവസവും നമ്മൾ വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then public agitations against wrongdoings of factory. In Indian context, a factory or industry often disregards environment rules as well as pollution rules. No major industries are concerned in setting effluent treatment plants or pollution control activities, etc. In Kerala, such attitudes will be severely dealt by neighborhood, being a highly literate society with awareness of rights, as well as the ability to protest without fear. Public committees will fight against such doings of companies. അപ്പോൾ നമ്മൾ ഫാക്ടറി, ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ഫാക്ടറി എന്താണ്, എൻവയോൺമെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാതെ ഇരിക്കുന്ന പല ഇൻഡസ്ട്രീസും എന്ത് ചെയ്യുന്നില്ല, എൻവയോൺമെൻറ്റിൽ അവർ നോക്കുന്നില്ല. പൊല്യൂഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ്, എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിൻ്റെ അടുത്തൊന്നും അതിനെ എതിർക്കാനുള്ള
ഇത് കൂടുതലുണ്ടായിരിക്കും. ദെൻ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ്. കേരള ഇസ് വൺ ഓഫ് ദ ഫ്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് ഇസ് ഹെവിലി decentralized. This means that to start an industry you have to submit purpose right from a പഞ്ചായത്ത് ഓഫീസ് ടു സെക്രട്ടേറിയറ്റ്. അപ്പോൾ നമ്മൾ പ്രൊസീജിയറലായിട്ടുള്ള ഫോർമാലിറ്റീസ് കുറേ നമ്മൾ എന്തെങ്കിലും ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറേ ഇൻസ്പെക്ഷൻസ്, പ്രൊസീജിയറൽ ചെക്സ്, മൾട്ടിപ്പിൾ ക്ലിയറൻസസ് ഫ്രം വേരിയസ് ബോഡീസ്, പലയിടത്തും നമ്മൾ ക്ലിയറൻസ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫാക്ടറി സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു കോസാണ് ഇതിനുള്ള. ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ മേജർ മിനറൽസും നമ്മൾ കേരളത്തിലില്ല, മെറ്റൽസോ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസോ ഒക്കെ ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാനുള്ള കൂടുതലായിട്ടുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിലില്ല. ദ ഓൺലി റിസോഴ്സസ് ആർ അഗ്രോ ബേസ്ഡ് റിസോഴ്സസ്. അപ്പോൾ അഗ്രോ ബേസ്ഡ് റിസോഴ്സാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതും എന്താണ്, ഈ റോ മെറ്റീരിയൽസിൻ്റെ നോൺ അവൈലബിലിറ്റി അതൊരു റീസണാണ്. ദെൻ ഇക്കോളജിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ ഇക്കോളജിക്കലി വെരി സെൻസിറ്റീവാണ്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് നിയർ വെസ്റ്റേൺ ഗാട്ട്സ് and 44 rivers are flowing across this small state. For any large scale industry would definitely bring some ecological or environmental issues. But ecological problems is one of the reason for the slow growth. Then corruption. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിൽ കറപ്ഷൻ എന്താണ്, ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ അടുത്തുള്ള കറപ്ഷനും ഇതെന്താണ് ഒരു റീസണാണ്. അപ്പോൾ നമുക്ക് റെഡ് ടാപ്പിസം, ഒരു എന്താണ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് വളരെ കൂടുതലാണ്. ദർ ഇസ് എ നെക്സസ് എമംഗ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ബ്യൂറോക്രാറ്റ്സ് ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ലൈസൻസ് അല്ലെങ്കിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. യു ഹാവ് ടു പേ ഹ്യൂജ് ബ്രൈബ് ടു ദ ബ്യൂറോക്രാറ്റ്സ്. നമ്മൾ എന്താണ് കൈക്കൂലിയോ കൊടുക്കേണ്ടി വരും. ദർ ആർ കറപ്ഷൻസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്സ് സച്ച് ആസ് മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ് എക്സെട്ര. ലോ സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റുള്ള സ്റ്റേറ്റിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെരി പുവർ. നമ്മുടെ സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പുവറാണ്. ഇറ്റ് ഇസ് ഓൺലി 2.5%. ദെൻ അതർ കോസസ്, മറ്റുള്ള റീസൺസ് എന്തൊക്കെയാണ് സ്ലോ ഗ്രോത്തിന്? അതർ കോസസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ്നെസ് ഓഫ് കേരള ആർ സ്ട്രൈക്സ്, മിലിറ്റൻറ്റ് ട്രേഡ് യൂണിയനിസം, മീഡിയ ആക്ടിവിസം, ജുഡീഷ്യൽ ആക്ടിവിസം, അങ്ങനെയുള്ള പല കാരണങ്ങളും എന്തുണ്ട് ഇതിനുള്ള കോസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ ബാക്ക്വേർഡ് ആവാൻ, ഈ കേരള ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ആവാനുള്ള കോസ് എന്തൊക്കെയാണ്? അതിൽ നമ്മൾ പറഞ്ഞത് ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ്, സ്റ്റേറ്റിലെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അതേപോലെ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ്, ലാക്ക് ഓഫ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഹയർ പ്രൈസ് ഫോർ ലാൻഡ്, ഹയർ കോസ്റ്റ് ഓഫ് ലേബർ. ദെൻ പബ്ലിക് എജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് റോങ് ഡൂയിങ്സ് ഓഫ് ഫാക്ടറി. ദെൻ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ്, lack of raw materials, ecological problems, corruption, low central investment and other reasons. These are the important reasons or causes for industrial backwardness of Kerala. Okay.